വിട്ടുവീഴ്ച ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിട്ടുവീഴ്ച ആകെ ചെയ്യേണ്ടത് ആരാ? ഭാര്യയാണെന്നാണ് ചില ആൾക്കാരുടെ ഒരു വിചാരം. പെണ്ണുങ്ങൾ പറഞ്ഞ വിട്ടുവീഴ്ച ചെയ്യാനുള്ളവരും നമ്മൾ എന്ന് പറഞ്ഞ രസൈന്റെ ഭാഷയിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാനുള്ള ആൾക്കാരുമാണെന്നാണ് അണിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുക. ഒരു പെണ്ണങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്നുണ്ടാവും. കാരണം എന്താ അറിയോ? വീട്ടിക്ക് പോയാൽ താഴെ 2 പെൺകുട്ടികളുണ്ട്, താഴെ 2 അനിയത്തിമാരുണ്ട്. അവരെ ഭാവി എന്താകും? വാപ്പയാണെങ്കിൽ ഒരു തവണ സർജറി കഴിഞ്ഞ ഹൃദയം കൊണ്ട് നടക്കണ്. ഞാൻ ഇവിടുന്ന് പിണങ്ങിച്ചെന്ന എന്താകും സ്ഥിതി? ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ചില പെൺകുട്ടികൾ, ചില സ്ത്രീകൾ, ചില മധ്യവയസ്കരായ സ്ത്രീകളൊക്കെ താമസിക്കുന്നതിന്റെ ഒറ്റ കാരണം തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മളിത് തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് മാത്രമാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഈ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു എന്താ പറയാ എല്ലാം കാണാനുള്ള ഒരു വലിയൊരു ഒരു ക്യാമറയാണത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു ടെലസ്കോപ്പാണ് എന്ന് തോന്നാറുണ്ട്. എന്താ, സ്ത്രീകൾ അങ്ങനെ എഴുതും, പുരുഷന്മാർ എഴുതും, സ്ത്രീകൾ എഴുതും, എല്ലാവരും എഴുതും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും യാതൊരു മടിയുമില്ലാതെ. ഇത് മറ്റാരും അങ്ങനെ വ്യാപകമായി അറിയുകയില്ല എന്ന വിശ്വാസത്തോടു കൂടെ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഓരോ ആണും ഓരോ പെണ്ണും പരസ്പരം ചർച്ചയ്ക്ക് തയ്യാറാകണം. എന്നെ സഹിക്കാത്ത വല്ലതും നിനക്കുണ്ടോന്ന് ഭർത്താവ് ഭാര്യനോട് ചോദിക്കണം. എടി, എന്നെ ഒരിക്കലും സഹിക്കാത്ത, എന്നെ ഇങ്ങനെ സഹിച്ച് ഇടങ്ങാറായി ജീവിക്കണം വല്ല കാര്യം എനക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. തിരിച്ച് ഭാര്യയും ചോദിക്കണം, നിങ്ങൾ എന്നെ കൊണ്ട് കുടുങ്ങിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു ചർച്ച നമ്മുടെ റൂമിൽ ഉണ്ടാകണം, നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ വഅഫു വസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, നിങ്ങൾ വിശാലത കാണിക്കൂ. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്നാണ്. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് ചോദിക്കുന്നുണ്ട്, അല്ലെ? പിന്നെന്താ പ്രശ്നം? വിട്ടുവീഴ്ച ചെയ്യാൻ പലപ്പോഴും റെഡിയല്ല. എല്ലാതും പരസ്പരം തെറ്റിയതും പറഞ്ഞതൊക്കെ മനസ്സിലങ്ങനെ കൊണ്ടെടുക്കാണ്, പകയാക്കിയിട്ട് അങ്ങനെ കൊണ്ടെടുക്കാണ്, വിദ്വേഷാക്കിയിട്ട് കൊണ്ടെടുക്കാണ്. പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, ഒരാൾ ഇപ്പൊ അവിടെ വരും, അയാൾ സ്വർഗത്തിലാണ്. അയാൾ വന്നു അവിടെ ഇരുന്നു, ക്ലാസ് കഴിഞ്ഞു പോയി. അടുത്ത ദിവസം വീണ്ടും ആവർത്തിച്ചു, ഒരാൾ ഇപ്പൊ ഇവിടെ വരും, അയാൾ സ്വർഗത്തിലാണ്. അതേ ആൾ തന്നെ വന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ അംർ ബിൻ ആസ് എന്ത് ചെയ്തോ? ഇയാളുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു, രാവും പകലും അദ്ദേഹത്തിന്റെ കൂടെ കഴിച്ചുകൂട്ടി. 3-ാം ദിവസം പോകാനിരിക്കുമ്പോൾ ചോദിച്ചു അംർ ബിൻ ആസി, എന്താ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞു, ഞാൻ അതിന്റെ കാരണം തേടി വന്നതാണ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യുന്നതിലേറെ വലിയൊരു അമലൊന്നും ഞാനും ചെയ്യാറില്ല, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഒരു രാവും ഒരു പകലും എനിക്ക് കഴിഞ്ഞു പോകാറില്ല. ആ രാവിലോ പകലിലോ ഒരാളോട് ഞാൻ മനസ്സിൽ പകയോ വിദ്വേഷമോ വെക്കാറില്ല. ഇവിടെ പറഞ്ഞത് വയറ്റത്ത് കത്തി കയറ്റുന്ന ജാതി വിരോധമൊന്നുമല്ല, അതിർത്തിന്റെ പേരിൽ തർക്കിച്ചിട്ട് കഴുത്തിന് കയറി പിടിച്ചതിനെ കുറിച്ചൊന്നുമല്ല. നമ്മളെ ഭാര്യനോട്, നമുക്ക് അനിയനോട്, ഉപ്പയോട്, ഉമ്മയോട്, അയൽക്കാരനോട്, സംഘടനയിലെ സഹപ്രവർത്തകനോട് മനസ്സിൽ ഇങ്ങനെ ഒരു വിമ്മിഷ്ടം, ഒരു വിരോധം, അല്ലെ? അവനോട് ഇങ്ങനെ ഒരു കലിപ്പ്, എങ്ങനെയാണ് അത് പറയേണ്ടത് എനിക്കറിയില്ല. അത് ഇല്ലാത്തൊരു മാനസികാവസ്ഥ സുഹൃത്തുക്കളെ നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടതാണ്.